Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള ഓൺ ഹൈ അലേർട്ട്. അലേർട്ട് എന്നാൽ ജാഗ്രത. കേരള അതീവ ജാഗ്രതയിലാണ്. ആഫ്റ്റർ അതിനെ തുടർന്ന് അതിനുശേഷം ഇന്ത്യ സെക്കൻഡ് എംപോക്സ് കേസ്. ഇന്ത്യയിലെ രണ്ടാമത്തെ എംപോക്സ് കേസ്, ഈ രോഗം ദിസ് ഇയർ ഈ വർഷം റിപ്പോർട്ടഡ് ഇൻ മലപ്പുറം. ഇതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഈ എംപോക്സ് രോഗം കണ്ടെത്തി. അതിനുശേഷം കേരളം അതീവ ജാഗ്രതയിലാണ്. ഇതാണ് തലക്കെട്ട്. കേരള ഹാസ് റേസ്ഡ്. റേസ് എന്നാൽ ഉണർത്തുക എന്നുള്ള അർത്ഥമാണ്. കേരള ഹാസ് റേസ്ഡ്, കേരളം ഉണർത്തി പബ്ലിക് ഹെൽത്ത് കൺസേൺ, പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ കണക്കിലെടുത്ത് അതിൽ ഉത്കണ്ഠ അറിയിച്ചു. ആഫ്റ്റർ കൺഫേമിങ്, സ്ഥിരീകരിച്ചതിന് ശേഷം. കൺഫേം എന്നാൽ സ്ഥിരീകരിക്കുക. കൺഫേമിങ് സ്ഥിരീകരിച്ചതിന് ശേഷം ഇറ്റ്സ് ഫസ്റ്റ് കേസ് ഓഫ് എംപോക്സ് ദിസ് ഇയർ. ഈ വർഷം എംപോക്സ് ഇത് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തു. അതിനെ തുടർന്നാണ് അതിനുശേഷമാണ് കേരളം ഈ ഉത്കണ്ഠ അറിയിച്ചത്. വിത്ത് എ 30-year-old മാൻ ഫ്രം എടവണ്ണ. എടവണ്ണയിൽ നിന്നുള്ള 38 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ നിന്നുള്ള ഒരു 38 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ ബിക്കമിങ് ആകുന്നു ദ സെക്കൻഡ് റിപ്പോർട്ടഡ് കേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അദ്ദേഹത്തിന് എംപോക്സ് രോഗം ബാധിച്ചു. അത് രണ്ടാമത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസ് ആയി മാറുന്നു. ദ ന്യൂസ് കെയിം ജസ്റ്റ് 2 days ആഫ്റ്റർ. ഈ വാർത്ത വന്ന് 2 ദിവസത്തിന് ശേഷം ദ ഡിസ്ട്രിക്ട് റിപ്പോർട്ട് ചെയ്തു എ കേസ് ഓഫ് ദ നിപ്പ വൈറസ്. ഈ നിപ്പ വൈറസ് കൂടെ ഇതിന് ശേഷം ഈ വാർത്ത പുറത്തു വന്ന് 2 ദിവസത്തിന് ശേഷം അതും കൂടെ റിപ്പോർട്ട് ചെയ്തു. ഈ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അത് നയിച്ചു ടു ദ ഡെത്ത് ഓഫ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്. PG എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് ഈ നിപ്പ നയിച്ചു. ബ്രിങ്ങിങ് കൊണ്ടുവരുന്നു, എത്തിക്കുന്നു ദ ടോട്ടൽ നിപ്പ റിലേറ്റഡ് ഡെത്ത്സ് ഇൻ ദ സ്റ്റേറ്റ് ടു 22. ഈ പറഞ്ഞ വിദ്യാർത്ഥിയുടെ മരണം കേരളത്തിലെ രണ്ടാമത്തെ മരണമാക്കിയിട്ട് എത്തിക്കുന്നു. ഇത് രണ്ടാമത്തെ മരണമാണ് ഈ നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മരണങ്ങൾ. ദ സ്റ്റേറ്റ്സ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഹാസ് അഡ്വൈസ്ഡ്, ഉപദേശിച്ചിട്ടുണ്ട് ദ പബ്ലിക്, പൊതുജനങ്ങളോട് ടു റിമെയിൻ വിജിലൻറ്റ് എന്നാൽ കരുതലുള്ള, ജാഗ്രതയുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ജാഗ്രതയോടുകൂടി തുടരാൻ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉപദേശിച്ചിട്ടുണ്ട് പൊതുജനങ്ങളോട്. ആൻഡ് എ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് എക്യുപ്ഡ് ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഐസൊലേഷൻ വാസ് റിലീസ്ഡ് ടു റീഅഷ്വർ സിറ്റിസൺസ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പൊതുജനങ്ങളോട് ജാഗ്രതയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചു. ആൻഡ് എ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റുകൾ. എക്യുപ്ഡ് എന്നാൽ സജ്ജമായ എന്നാണ് അർത്ഥം. ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഐസൊലേഷൻ, ചികിത്സക്കും. ഐസൊലേഷൻ എന്നാൽ ഒറ്റപ്പെടുത്തൽ, അതായത് രോഗം ബാധിച്ചിട്ടുള്ള രോഗികളെ മാറ്റി നിർത്തൽ. അതിനുള്ള എക്യുപ്ഡ് എന്ന അത്തരത്തിൽ ചികിത്സയ്ക്കും അതുപോലെ ഈ മാറ്റി നിർത്തലിനും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ പട്ടികകൾ പുറത്തുവിട്ടു. വാസ് റിലീസ്ഡ്, പുറത്തുവിട്ടു. ടു റീഅഷ്വർ എന്നാൽ ധൈര്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. സമാശ്വസിപ്പിക്കുക, ഉറപ്പു നൽകുക. ആശ്വസിപ്പിക്കാൻ വേണ്ടി സിറ്റിസൺസ്, പൗരന്മാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളുടെ പട്ടികകൾ പുറത്തുവിട്ടു. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി, അടുത്ത കാലത്തായിട്ട് ഈ സംഘടന, ലോക ആരോഗ്യ സംഘടന ഡിക്ലയേർഡ്, പുറപ്പെടുവിച്ചു എംപോക്സ് എ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ. ഇത് ഒരു ആഗോളമായിട്ടുള്ള ഒരു ഉത്കണ്ഠയായിട്ട് അറിയിച്ചു, പ്രഖ്യാപിച്ചു. ആഡിങ് ടു ഗ്രോവിങ് കൺസേൺ, ചേർത്തുകൊണ്ട് ഗ്രോവിങ് കൺസേൺ, അതായത് ഗ്രോവി എന്നാൽ വളരെ
പടരുന്നതിൻ്റെ ഉത്കണ്ഠ അറിയിച്ചു. ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ്, ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് അഷ്വർ എന്നാൽ ഉറപ്പു നൽകുക, അഷ്വേർഡ് ഉറപ്പു നൽകി കേരളത്തിൻ്റെ പ്രൊവാക്റ്റീവ് മെസ്സേഴ്സ്. പ്രൊവാക്റ്റീവ് എന്നാൽ പ്രേരണ കൂടാതെ സംരംഭങ്ങളിൽ മുൻകൈയെടുക്കാനുള്ള സന്നദ്ധത. മറ്റൊരർത്ഥം പ്രത്യേക താൽപ്പര്യമെടുത്ത് ഒരു സാഹചര്യം നിയന്ത്രിക്കുക. അതിനുള്ള മെഷേഴ്സ് എന്നാൽ നടപടികൾ ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം ദ ലിസ്റ്റ് ഓഫ് ഡെസിഗ്നേറ്റഡ് ഹോസ്പിറ്റൽസ്. ഡെസിഗ്നേറ്റഡ് എന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകൾ അടക്കം. ഡെമോൺസ്ട്രേറ്റ് എന്നാൽ ഇവിടെ സമർത്ഥിക്കുക, ബോധ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ബോധ്യപ്പെടുത്തി ദ ഗവൺമെൻറ്റ്സ് റെഡിനെസ് എന്നാൽ സന്നദ്ധത, തയ്യാറാകൽ, ജാഗ്രത, ഒരുക്കം, ഇതൊക്കെയാണ് അർത്ഥം. ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഹാൻഡിൽ എന്നാൽ കൈകാര്യം ചെയ്യുക, സിറ്റുവേഷൻ എന്നാൽ സാഹചര്യം. ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുക്കൽ അത് കാണിച്ചു. എങ്ങനെയൊക്കെയാണ് കാണിച്ചത്? മുമ്പ് പറഞ്ഞ പോലെ ഈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ പട്ടിക തയ്യാറാക്കലടക്കം. അതുപോലെ പ്രൊവാക്റ്റീവ് മെഷേഴ്സ്, ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് മുമ്പ് ശേഷം പറഞ്ഞിട്ടുള്ള ഈ ഹോസ്പിറ്റലുകളുടെ പട്ടിക തയ്യാറാക്കൽ, അതുപോലെ ഈ കൈകാര്യം ചെയ്യാനുള്ള ഈ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള ഈ കാര്യങ്ങളൊക്കെ വീണ ജോർജ് ബോധ്യപ്പെടുത്തി. ദ ഇൻഫെക്റ്റഡ് മാൻ. ഇൻഫെക്റ്റഡ് എന്നാൽ രോഗം പിടിപെട്ട പുരുഷൻ. അദ്ദേഹം റിട്ടേൺഡ് ഫ്രം ദുബായിൽ നിന്നും തിരിച്ചു വന്ന വ്യക്തിയായിരുന്നു. ഓൺ സെപ്റ്റംബർ 13 2024 ഈസ് റിസീവിംഗ് ട്രീറ്റ്മെൻറ്റ്. അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അറ്റ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈസ് റിപ്പോർട്ടഡ് ടു ബി സ്റ്റേബിൾ. റിപ്പോർട്ട് ചെയ്തു ടു ബി സ്റ്റേബിൾ എന്നാൽ ഇവിടെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുരുതരമല്ല എന്നുള്ള അർത്ഥമാണ്. അത് റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ തീയതിയിൽ ദുബായിൽ നിന്നും തിരിച്ചു വന്നതായിരുന്നു. അദ്ദേഹത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ പേഷ്യൻ്റ്. ഇദ്ദേഹം, ഈ രോഗിയായിട്ടുള്ള ഈ മുമ്പ് പറഞ്ഞ പുരുഷൻ, തേടി. സീക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് തേടി. മെഡിക്കൽ അറ്റൻഷൻ, വൈദ്യസഹായം തേടി, ചികിത്സ തേടി. ഓൺ സെപ്റ്റംബർ 16 ആഫ്റ്റർ അതിനുശേഷം. എക്സ്പീരിയൻസ് എന്നാൽ സഹിക്കുക, കണ്ടറിയുക, അനുഭവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എക്സ്പീരിയൻസിങ്, അദ്ദേഹം അനുഭവിക്കുന്നു. ഹൈ ഫീവർ എന്നാൽ പനി, ഭയങ്കരമായിട്ടുള്ള പനി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം അതീവമായിട്ടുള്ള പനി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സ തേടി. വിസിബിൾ ബ്ലിസ്റ്റേഴ്സ്. വിസിബിൾ എന്നാൽ കാണപ്പെടുന്ന എന്നാണ് അർത്ഥം. ബ്ലിസ്റ്റർ എന്നാൽ കുമിള എന്നുള്ള അർത്ഥമാണ്. തൊലിയിലുണ്ടാകുന്ന കുമിള, ഇതാണ് അർത്ഥം ബ്ലിസ്റ്റർ. ഈ ബ്ലിസ്റ്റേഴ്സുകൾ, കുമിളകൾ, ഇതൊക്കെ കാണപ്പെടുന്നു. അതുപോലെ അതീവമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പനിയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സ തേടി. ഹിസ് സാമ്പിൾസ് വേർ സെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ അയച്ചു. ഫോർ ടെസ്റ്റിംഗ്, പരിശോധനയ്ക്കു വേണ്ടി. ആൻഡ് ഓൺ സെപ്റ്റംബർ 18 ദ വൈറോളജി ലാബ് അറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ്. വൈറോളജി എന്നാൽ അർത്ഥം വൈറസുകളെക്കുറിച്ചും വൈറൽ രോഗങ്ങളെക്കുറിച്ചും പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഈ വൈറോളജി ലാബ് കൺഫേംഡ്, സ്ഥിരീകരിച്ചു. ദ എംപോക്സ് ഡയഗ്നോസിസ്, ഈ രോഗമാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു. പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് അവർ സ്ഥിരീകരിച്ചു. ഡയഗ്നോസ് എന്നാൽ ലക്ഷണങ്ങൾ കൊണ്ട് രോഗം നിർണ്ണയിക്കുക. ദ കോണ്ടാക്ട് ലിസ്റ്റ് ഇൻക്ലൂഡ്സ് ഫാമിലി മെമ്പേഴ്സ്. കുടുംബത്തിലെ അംഗങ്ങളുടെ അടക്കം. കോണ്ടാക്ട് ലിസ്റ്റ്, അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ പട്ടിക. പ്ലെയിൻസ് പാസഞ്ചേഴ്സ്, ആരൊക്കെയാണത്? പ്ലെയിൻ പാസഞ്ചേഴ്സ്, വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ.
ആൻഡ് ദോസ് ഹു അക്കമ്പനീഡ്. അക്കമ്പനി എന്നാൽ കൂട്ടായി ചെയ്ത പ്രവൃത്തി, ഒരുമിച്ചിരുന്ന്, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്ത ആളുകൾ, അദ്ദേഹവുമായി ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ. ഇൻ ദ ഡിസ്ട്രിക്ട് ആഫ്റ്റർ ഹിസ് അറൈവൽ, ജില്ലയിലെ അദ്ദേഹത്തിൻ്റെ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ, അതുപോലെ അദ്ദേഹത്തിന് അക്കമ്പനീഡായിട്ടുള്ള, അദ്ദേഹം ഒരുമിച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ. ആഫ്റ്റർ ഹിസ് അറൈവൽ, അദ്ദേഹത്തിൻ്റെ എത്തലിന് ശേഷം ഇവരെയൊക്കെ പട്ടിക തയ്യാറാക്കി. ഇൻക്ലൂഡിങ് ദ ലിസ്റ്റ് ഇൻക്ലൂഡ്സ് ഫാമിലി മെമ്പേഴ്സ്, കുടുംബത്തിലെ അംഗങ്ങൾ അടക്കമുള്ളവരുടെ, അതുപോലെ ശേഷം പറഞ്ഞിട്ടുള്ളവരുടെയും പട്ടിക തയ്യാറാക്കി. അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കി. ദേ വേർ ഇൻസ്ട്രക്റ്റഡ്. ഇൻസ്ട്രക്റ്റ് എന്നാൽ വിവരം നൽകുക, അറിയിക്കുക, നിർദ്ദേശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദേ എന്നാൽ അവർ, മുമ്പ് പറഞ്ഞ ആളുകൾ, വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ, അതുപോലെ കുടുംബത്തിലെ അംഗങ്ങൾ, അദ്ദേഹം അക്കമ്പനീഡായിട്ടുള്ള, അദ്ദേഹം കൂട്ടമായിട്ട് അദ്ദേഹത്തോട് പ്രവർത്തിച്ച ആളുകൾ, അവരൊക്കെയാണ്. അവർ വേർ ഇൻസ്ട്രക്റ്റഡ്, അവരോട് നിർദ്ദേശിച്ചു. ദേ വേർ ഇൻസ്ട്രക്റ്റഡ്, അവരോട് നിർദ്ദേശിച്ചു. ടു റിമെയിൻ ഇൻ ഹോം ഐസൊലേഷൻ, വീട്ടിൽ തന്നെ അവരോട് ഒറ്റപ്പെട്ട് മറ്റുള്ളവരുമായിട്ട് ചേരാതെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആൻഡ് ടു നോട്ടിഫൈ എന്നാൽ അറിയിക്കുക, അറിയിക്കാനും അവരോട് നിർദ്ദേശിച്ചു. ഹെൽത്ത് അതോറിറ്റീസ്, ആരോഗ്യവകുപ്പിലെ അധികാരികളെ അറിയിക്കാനും അവരോട് നിർദ്ദേശിച്ചു. ഇഫ് ദേ ഡിവലപ്പ് എന്നാൽ വികസിക്കുക, ശക്തിപ്പെടുത്തുക, അഭിവൃദ്ധിപ്പെടുത്തുക. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ രോഗം ബാധിക്കുകയാണെങ്കിൽ, അതായത് ഇഫ് ദേ ഡെവലപ്ഡ് എനി ഡിസീസ് സിംറ്റംസ്. ഡിസീസ് എന്നാൽ രോഗം, സിംറ്റംസ് എന്നാൽ ലക്ഷണങ്ങൾ. അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, കാണപ്പെടുകയാണെങ്കിൽ, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഓർ രേണുക സ്റ്റേറ്റഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള രേണുക പറഞ്ഞു, അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അറിയിക്കാനും, അതുപോലെ ഹോം ഐസൊലേഷനിൽ തന്നെ തുടരാനും ഈ ആളുകളോട്, മുമ്പ് പറഞ്ഞ ആളുകളോട് നിർദ്ദേശിച്ചു. ഇത് ആര് പറഞ്ഞു? മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ആർ രേണുക സ്റ്റേറ്റഡ് പറഞ്ഞു. ഹെൽത്ത് ഒഫീഷ്യൽസ്, ആരോഗ്യ ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഹാവ് സക്സസ്ഫുള്ളി ട്രേസ്ഡ്. സക്സസ്ഫുള്ളി എന്നാൽ വിജയകരമായി, സഫലമായി. ട്രേസ്ഡ് കണ്ടെത്തി അല്ലെങ്കിൽ അന്വേഷിച്ചറിഞ്ഞു, തയ്യാറാക്കി, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് കോണ്ടാക്ട്സ് ആൻഡ് ഓൾ 16 ആർ അണ്ടർ ഹോം ഐസൊലേഷൻ. അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള, ബന്ധപ്പെട്ടിട്ടുള്ള 16 ആളുകളും, ഈ ആളുകളെ അവർക്ക് വിജയകരമായിട്ട് ട്രേസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഈ അണ്ടർ ഹോം ഐസൊലേഷൻ, അവരെല്ലാവരും ഹോം ഐസൊലേഷനിലാണ്, വീട്ടിൽ ഒറ്റപ്പെട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ ജീവിക്കുകയാണ്. വിത്ത് നോ സിംറ്റംസ് റിപ്പോർട്ടഡ് ദസ് ഫാർ. ഇതുവരെ സിംറ്റംസുകളൊന്നും, രോഗലക്ഷണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇൻ റെസ്പോൺസ്, ഉത്തരവാദിത്വമെന്നോണം ലോക്കൽ അതോറിറ്റീസ്, നാട്ടിലെ അധികാരികൾ, ഇൻ എടവണ്ണയിലെ ലോക്കൽ അധികാരികൾ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ്. ലോക്കൽ എന്നാൽ പ്രാദേശികമായ, സ്ഥലത്തുള്ള, ഇതൊക്കെയാണ് അർത്ഥം. എസ്റ്റാബ്ലിഷ് എന്നാൽ സ്ഥാപിക്കുക എന്നുള്ള അർത്ഥമാണ്, നിലനിർത്തുക, ഇതൊക്കെയാണ് അർത്ഥം. സ്ഥാപിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിച്ചു. ടു പ്രൊവൈഡ് നൽകാൻ വേണ്ടി, ഫുഡ് ആൻഡ് എസെൻഷ്യൽ ഐറ്റംസ് ടു ദോസ് ഇൻ ഐസൊലേഷൻ. എസെൻഷ്യൽ എന്നാൽ അത്യാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നൽകാനും, ഭക്ഷണം നൽകാനും, ഈ ഐസൊലേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ലോക്കൽ അതോറിറ്റികൾ നിയോഗിച്ചു, സ്ഥാപിച്ചു. ദ പേഷ്യൻ്റ്, ഈ രോഗി, ഹൂ ഹാഡ് സെൽഫ് ക്വാറന്റൈൻഡ്, അദ്ദേഹം സെൽഫ് ക്വാറന്റൈനിലാണ്. അറ്റ് ഹോം, വീട്ടിൽ. ഡ്യൂ ടു സസ്പെക്റ്റഡ് ചിക്കൻ പോക്സ്, ഈ ചിക്കൻ പോക്സ് സംശയിക്കപ്പെടുന്ന അതിനാൽ അദ്ദേഹം ചിക്കൻ പോക്സ് സംശയിക്കപ്പെടുന്നതിനാൽ അദ്ദേഹം സെൽഫ് ക്വാറന്റൈനിലാണ്. ലിമിറ്റഡ് ഹിസ് കോണ്ടാക്ട്
വിത്ത് അതേഴ്സ്. ലിമിറ്റഡ് എന്നാൽ പരിമിതപ്പെടുത്തി. ഹിസ് കോണ്ടാക്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് എന്താണ്, പരിമിതപ്പെടുത്തി. റെഡ്യൂസിങ്, ചുരുക്കുന്നു. ദ ലൈക്ലിഹുഡ്, ലൈക്ലിഹുഡ് എന്നാൽ സാധ്യത എന്നാണ് അർത്ഥം. ഓഫ് ഫേർദർ ട്രാൻസ്മിഷൻ, ട്രാൻസ്മിഷൻ എന്നാൽ രോഗം പകരൽ, ഫേർദർ എന്നാൽ കൂടുതലായിട്ടുള്ള രോഗം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ്, റെഡ്യൂസിങ് ദ ലൈക്ലിഹുഡ്, സാധ്യത കുറയ്ക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് രോഗം പടരുന്ന ആ സാധ്യത എന്താണ്, ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ്, ഈ കോണ്ടാക്റ്റുകൾ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അദ്ദേഹം പരിമിതപ്പെടുത്തി. ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും, അവർ, ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും, വേർ സ്റ്റേയിങ്, താമസിക്കുന്നത്, സെപ്പറേറ്റ്ലി, അവർ വേർപെട്ടുകൊണ്ടാണ്, വേറെയായിട്ടാണ് അവർ താമസിക്കുന്നത്. ആർ നോട്ട് പാർട്ട് ഓഫ് ദ കോണ്ടാക്ട് ലിസ്റ്റ്, അവർ ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരാണ്. ദ മാൻസ് കണ്ടീഷൻ, ആ പുരുഷൻ്റെ, രോഗം ബാധിച്ചിട്ടുള്ള പുരുഷൻ്റെ അവസ്ഥ, ഈസ് ഇംപ്രൂവിങ്, അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്, സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ഹീലിംഗ് ഓഫ് ഹിസ് റാഷസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ്. രേണുക കൺഫേംഡ്, രേണുക സ്ഥിരീകരിച്ചു. റാഷസ് എന്നാൽ തടിപ്പുകൾ, കരപ്പൻ, രോഗം ബാധിച്ചിട്ട് അത് കാരണമുള്ള ആ തണർപ്പുകൾ, അത് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. രേണുക സ്ഥിരീകരിച്ചു. രേണുക ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹം സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്.